ദൈവം നമുക്ക് നല്ല സമയം നൽകി തന്നല്ലോ. തുടർന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും ആരാധിപ്പാനും ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളൊക്കെ നമുക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കേണ്ടതിന് നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാം. നാം കൂടി വന്നിരിക്കുന്നത് ദൈവ മക്കളാണല്ലോ, കർത്താവിന്റെ ദാസന്മാർ, അവരുടെ കുടുംബങ്ങളാണല്ലോ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരുമിച്ച് അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവമക്കളെ, ദൈവത്തിന്റെ പ്രവൃത്തി എത്ര വലുതാണ്, എത്ര ശ്രേഷ്ഠമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അഭിവൃദ്ധിക്കായി ദൈവം ചെയ്യുന്ന ദൈവിക പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുവാൻ, അതിൽ ഭാഗവാക്കുകളാകുവാൻ ദൈവം നമുക്ക് നല്ല അവസരം തന്നല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ പരിശുദ്ധാത്മാവ് സഹായിക്കേണ്ടതിന് നമ്മെ കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം, ഏൽപ്പിച്ചു കൊടുക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, തിരുനാമത്തിന് ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഈ മനോഹരമായ രാവിലെ സമയത്തിനായി നന്ദിയോട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ. മഹനിയാം ലൈഫ് മിഷന്റെ നേതൃത്വത്തിൽ നടക്കുന്ന കർത്താവ് ഈ ആത്മീക സംഗമത്തിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടുവാൻ കർത്താവ് തന്ന നല്ല സാവകാശത്തിനായി സ്തോത്രം കർത്താവേ. ദൈവകരങ്ങളിൽ ഞങ്ങളെ രാവിലെ സമയം സമർപ്പിച്ച് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കുവാൻ കടന്നു വന്ന കർത്താവിന്റെ ദാസന്മാരെ അവരുടെ കുടുംബങ്ങളെ ഓർത്തു പ്രാർത്ഥിക്കുന്നു. ദൈവജനത്തെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഇതിന്റെ അധ്യക്ഷനായിരിക്കുന്ന ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തുടർന്ന് വചനം സംസാരിക്കുന്ന ദൈവവൃത്യനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. തുടർന്ന് മനോഹരമായ പാട്ടുകൾ പാടി ഒരുമിച്ച് കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തണമേ. ആരാധന ലീഡ് ചെയ്യുവാൻ പ്രിയ കർത്താവിന്റെ ദാസനെ ദൈവം അവിടുന്ന് ബലപ്പെടുത്തണമേ കർത്താവേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. തിരുനാമങ്ങനെ മഹത്വമെടുപ്പാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി കർത്താവേ. ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യയുള്ളതിനായി നന്ദി കർത്താവേ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളുടെ മേൽ ഇറങ്ങി വരുന്നതിനായി നന്ദി കർത്താവേ. എല്ലാം അങ്ങയുടെ നാമത്തിന്റെ മഹത്വത്തിന് കാരണമാകുവാൻ കർത്താവ് സഹായിക്കണമേ. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ. അവരുടെ ദീർഘവീക്ഷണത്തെ ദൈവം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. അത് ദൈവരാജ്യത്തിന്റെ അഭിവൃദ്ധിക്ക് കാരണമാകുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുന്ന് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു കർത്താവേ. തിരുക്കരങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ പ്രോഗ്രാമിന്റെ ആദ്യോടന്തം ദൈവകൃപയുണ്ടായിരിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ ചോദിക്കും. ദയോടെ കേൾക്കുമാറാകണമേ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് നമ്മൾ പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. എന്നാൽ അതിനു മുൻപ് നമ്മുടെ ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ ചെയർമാനായി ക്ഷണിച്ചിരിക്കുന്നത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു ആണ്. കെ മാത്യുവിനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മലബാർ ഡിസ്ട്രിക്റ്റിന്റെ മുൻ സെക്രട്ടറിയായി താൻ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മീനങ്ങാടി ചർച്ചിന്റെ പാസ്റ്ററായി ശുശ്രൂഷിക്കുന്നു. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേലോടുള്ള ബന്ധത്തിൽ കടന്നു പോവുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. കർത്താവിൻ്റെ ദാസനെ തുടർന്ന് ആ ചുമതലയ്ക്കായി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ സന്തോഷത്തോടു കൂടെയാണ് ഒരു പുതിയ സംരംഭത്തിൻ്റെ നന്ദി കുറിക്കാൻ നമ്മളെല്ലാവരും ഈ സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നത്. ദൈവം ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്നതിൽ കർത്താവിന് സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. സഖരിയ പ്രവചനം 4:10 നമ്മൾ വായിക്കുന്ന ഒരു വചനം ഇങ്ങനെയാണ്: അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും. ദൈവത്തിന് സ്തോത്രം. എല്ലാ ചെറിയ ആരംഭങ്ങളെയും വളരുമാറാക്കിയിട്ടുള്ള, വളർത്തുന്ന, വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം ഇവിടെ ആരംഭിക്കുന്ന ഈ പുതിയ സംരംഭം ഈ ദേശത്തിനും വയനാട് ജില്ലയ്ക്കും ദൈവസഭയ്ക്കും ദൈവരാജ്യത്തിനും എല്ലാ അർത്ഥത്തിലും പ്രയോജനകരമായി തീരേണ്ടതിന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥനയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ദാസന്മാരുടെ പ്രാരംഭമായ ചില
ഗാനങ്ങൾ ആലപിക്കുകയും നമുക്ക് ഒരുമിച്ച് അവരോട് ചേർന്ന് അറിയാവുന്ന പാട്ടാണെങ്കിൽ ചേർന്ന് പാടാം. ആമേൻ. ഒരുമിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. അതിനായിട്ട് പ്രിയപ്പെട്ട ദൈവഭൃത്യനെ, പ്രിയ പാസ്റ്റർ റോയി, അദ്ദേഹത്തിന്റെ ടീമിനെയും ക്ഷണിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തണച്ചുവല്ലോ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. കൂരിരുൾ താഴ്വരയതിലുമെന്റെ പാതയിൽ ദീപമായി വന്നുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ.
ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൻ നടുവിൽ നിറവായി അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഹല്ലേലൂയ. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് ഒരു പാട്ട് കൂടി പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. ഇപ്രകാരം നമുക്ക് ഒരുമിച്ച് കൂടി വരുവാൻ കർത്താവ് ഒരുക്കിയ വലിയ ഭാഗ്യത്തിനായി, വലിയ നന്മകൾക്കായി നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്ത് ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം എന്ന പാട്ട് എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണല്ലോ. നമുക്ക് ചേർന്ന് കരങ്ങളെ അടിച്ച് പാടി കർത്താവിനെ നമുക്ക് ആരാധിക്കാം. സ്തോത്രം. എല്ലാ കരങ്ങളും ചേർത്തടിച്ചാട്ടെ. ഹല്ലേലൂയ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. പിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. പിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോൾ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോൾ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോൾ, സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിയിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിയിടണേ,
ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. ഉയർത്തില്ലെന്ന് ശത്രുഗണം വാദിക്കുമ്പോൾ തകർക്കുമെന്ന് ഭീതിയും മുഴക്കിടുമ്പോൾ. പ്രവൃത്തിയിൽ വലിയവരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. പ്രവൃത്തിയിൽ വലിയവരേശുനാഥൻ കൃപ നൽകും ജയഘോഷമുയർത്തിടുവാൻ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. ഇന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന രക്ഷകന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. 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 ഹല്ലേലൂയ. Glory to Lord. നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നന്ദിയോടെ വാഴ്ത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ തലകളെ ദൈവസന്നിധിയിൽ നമുക്ക് വണക്കാം. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ ഒരുമിച്ച അവസരം ദൈവം നമുക്ക് തന്നു. എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. കർത്താവ് ചെയ്ത സകല നന്മകളും നടത്തുന്ന എല്ലാ വിധങ്ങളും നന്ദിയോടെ ഓർത്ത് എല്ലാവർക്കും അല്പനിമിഷങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പലയിടങ്ങളിൽ കർത്താവിന്റെ വേല ചെയ്യുന്ന ദൈവദാസന്മാർ, അവരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഇവിടെ ഒരുമിച്ച് കൂടി വരാൻ ഇങ്ങനെ ഒരു നിമിത്തം ദൈവം നമുക്ക് ഒരുക്കി തന്നു. എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നതോടൊപ്പം കർത്താവിന്റെ അനുഗ്രഹത്തിനായിട്ട് അല്പനിമിഷങ്ങൾ നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ച് തലകളെ വണക്കി നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് പകലിവിടെ നടക്കുന്ന ഈ പ്രോഗ്രാം ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്, ദൈവനാമം എല്ലാ നിലയിലും ഇതിലൂടെ മഹത്വപ്പെടാൻ ഇടവരേണ്ടതിന് നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട പാസ്റ്റർ കെ വി ചാണ്ടി ചെറ്റപ്പാലബേജി സഭയുടെ ശുശ്രൂഷകനും അതുപോലെ പാസ്റ്റർ സന്തോഷും മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥനയിൽ നമ്മെ സഹായിക്കും. രണ്ട് കർത്തൃദാസന്മാരെയും മുൻപോട്ട് ക്ഷണിക്കുന്നു. പാസ്റ്റർ കെ വി ചാണ്ടി, അതേ തുടർന്ന് പാസ്റ്റർ സന്തോഷ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല രാവിലെ സമയത്തിനായി നന്ദിയുള്ള ഹൃദയത്തോടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ നാളുകളായി അനേക ദൈവമക്കൾ പ്രാർത്ഥിച്ച് കർത്താവെ ആരംഭിച്ച ഇവിടുത്തെ പ്രവർത്തനങ്ങളെ ഇത്രത്തോളം അനുഗ്രഹപ്രദമാക്കി തീർത്ത ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഇന്ന് ഇവിടെ നടക്കുന്ന ഈ ശുശ്രൂഷയെ തൃക്കരങ്ങളിലേക്ക് ഞങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവം ഇന്ന് രാവിലെ ഇവിടെ ആരംഭിക്കുന്ന
എല്ലാ ശുശ്രൂഷകളിലും തുടർന്ന് ഇവിടെ നടക്കേണ്ട എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുത്തെ അളവറ്റ കൃപ, അങ്ങയുടെ നിറവ് അളവ് കൂടാതെ അവിടുന്ന് ചൊരിയേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇവിടുത്തെ ഈ ഭവനം ദൈവസന്നിധി സമർപ്പിച്ച് ഒരു പ്രവർത്തനത്തിന് നാന്ദി കുറിക്കുന്ന ഇന്നേ ദിവസം അവിടുത്തെ പ്രത്യേകമായ കൃപ കർത്താവേ, നിന്റെ മക്കളുടെ മേൽ അവിടുന്ന് പകരണമേ. ഇവിടെ പാർത്ത് അവിടുത്തെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്ന അവിടുത്തെ ദാസനെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കണമേ. ഇന്നത്തെ കൂട്ടായ്മ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഈ വയനാട് ജില്ലയുടെ പലയിടങ്ങളിൽ കർത്താവിന്റെ നാമത്തിന് മഹത്വത്തിന് വേണ്ടി നിൽക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടം ദൈവദാസന്മാരും ദൈവമക്കളും ഇവിടെ കൂടി വന്നിട്ടുണ്ട്. കർത്താവിന്റെ പേരുപേരായി അങ്ങ് ആശീർവദിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ മീറ്റിംഗിന്റെ അധ്യക്ഷനായിരിക്കുന്ന അവിടുത്തെ ദാസനെ അനുഗ്രഹിക്കണമേ. തുടർന്ന് ലീഡ് ചെയ്യുന്ന അവിടുത്തെ അഭിഷിക്തന്മാരെ അനുഗ്രഹിക്കണം. ദൈവത്തോളം വലിപ്പമുള്ള ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം ഞങ്ങളോട് പങ്കുവെക്കേണ്ട അവിടുത്തെ ദാസന്റെ മേലും ദൈവത്തിന്റെ കൃപ പകർന്നാട്ട് ആദിയോടന്ന് പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കുകയും ഒരുമിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യും. മഹത്വം മുഴുവൻ അങ്ങേക്ക്, യേശു ക്രിസ്തുവിൻ നാമത്തിൽ നല്ല പിതാവേ, ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനാവുന്ന ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ ദിവസത്തിൻ്റെ ഈ നല്ല കർത്താവെ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ്, എൻ്റെ ദാസന്മാർ കർത്താവ് ആഗ്രഹിച്ചു പ്രാർത്ഥിച്ചു. കർത്താവ് ഇന്നേ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയതോർത്ത് ഞങ്ങൾ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഇന്ന് പകലിൽ പ്രാർത്ഥിച്ചാരംഭിക്കുന്ന കർത്താവ് ഈ മഹനീയമായ ശുശ്രൂഷ കർത്താവ് അതിൻ്റെതായ എല്ലാ നല്ല നടത്തിപ്പിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ ഇവിടെ പാർക്കുന്ന കർത്താവ്, ഇന്ന് മുതൽ പാർത്ത് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ് ഞങ്ങളുടെ അഭിഷിക്തദാസനായ പ്രേജക പാസ്റ്റർക്ക് വേണ്ടി കുടുംബത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് തന്നിലൂടെ ചെയ്യുന്ന ദൈവിക ശുശ്രൂഷകളെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഒന്നിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് വയനാട് ജില്ലയ്ക്ക് ഒരു വലിയ അനുഗ്രഹമാക്കി, വലിയൊരു നന്മയാക്കി കർത്താവ് ഞങ്ങളുടെ ദാസനെയും കുടുംബത്തെയും ഇന്നയോളം അങ്ങ് തീർത്തു. കർത്താവ് തുടർന്നുള്ളതായ കർത്താവ് ഓരോ ദിവസവും കർത്താവ് നൽകപ്പെടുന്ന കർത്താവ് ഓരോ വർഷവും കർത്തൃ ശുശ്രൂഷയിൽ ഒരു കുടുംബമായി വർദ്ധിച്ചു വരുവാൻ സ്വർഗീയ പിതാവ് സഹായിക്കണം. കർത്താവ്, ഇന്ന് പകലിൽ ഇവിടെ ആയിരിക്കുന്ന ഞങ്ങളുടെ ദാസന്മാർ കർത്താവ് കുടുംബങ്ങൾ, കുഞ്ഞുങ്ങൾ എല്ലാവരും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. കർത്താവ്, ഇന്ന് പകൽ ഞങ്ങളെ കേൾപ്പിക്കുവാൻ പോകുന്ന ദൈവിക സന്ദേശങ്ങൾക്കായി ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവ്, ഈ കോവിഡിൻ്റെതായ പശ്ചാത്തലത്തിലും ഞങ്ങൾക്ക് ഇങ്ങനെ ലഭിക്കപ്പെടുന്ന കർത്താവ് ചില നിമിഷങ്ങൾ കർത്താവിൽ സന്തോഷിക്കുവാൻ, ദൈവത്തിൽ ആനന്ദിക്കുവാൻ, കർത്താവ് ദൈവവചനത്തിങ്കിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, കർത്താവ് ഞങ്ങളെ തന്നെ ദൈവവേലയിൽ ഒന്നും കൂടെ കർത്താവ് ഉത്സാഹമുള്ളവരായി ഉത്സവരായി തീരുവാൻ പിതാവ് ഞങ്ങൾ സഹായിക്കണം. കർത്താവ്, ശുശ്രൂഷ ലീഡ് ചെയ്യുന്ന ഞങ്ങളുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൃപ കൊണ്ട് നിറയ്ക്കണം. കർത്താവ്, കിടന്നു വന്ന് ഞങ്ങളെല്ലാവരും ഒരുപോലെ സമാധാനമുള്ളവരായി, സന്തോഷമുള്ളവരായി, ആത്മകർത്താവ് പ്രത്യാശയോടെ ഇനിയും കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ, ഓടുവാൻ കർത്താവ് ഒരു മുഖാന്തരമായി ഈ ശുശ്രൂഷയെ അവിടെ തീർക്കണം. ആദ്യന്തം ദൈവ സാന്നിധ്യം ഒരുപോലെ ഞങ്ങൾ അനുഭവിക്കട്ടെ കൃപയിലേക്ക് സമർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രോഗ്രാമിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി ഈ സമയത്ത് പ്രിയപ്പെട്ട പാസ്റ്റർ വി സി ജേക്കബിനെ മുൻപോട്ട് ക്ഷണിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അനുഗ്രഹീതമായ ഈ നല്ല ദിവസത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ഇപ്രകാരം ഇവിടെ കൂടി വരുവാനായിട്ട് ദൈവം സഹായിച്ച കൃപയ്ക്കായിട്ട് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകാല ഇന്ന് ഈ റീഹാബിറ്റേഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ആരംഭ ദിവസമായ ഇന്ന് നമുക്കൊരുമിച്ച് ഇവിടെ കടന്നു വന്ന പ്രിയപ്പെട്ടവർക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ ചുമതല. ഇന്ന് നമ്മുടെ ഈ മീറ്റിങ്ങിനെ അധ്യക്ഷത വഹിക്കുന്നത് കർത്താവിൽ അനുഗ്രഹീതനായ പാസ്റ്റർ കെ മാത്യു ആണ്. കർത്താവിൻ്റെ ദാസനെ ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മുടെ ഈ പ്രവർത്തനം ഇവിടെ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കുന്നതിന് കടന്നു വന്നിരിക്കുന്നത് ട്രൈബൽ മിഷൻ്റെ ജനറൽ സെക്രട്ടറിയും അനുഗ്രഹീതനായ കർത്താവിൻ്റെ ദാസനുമായ ഡോക്ടർ കെ മുരളീധറാണ്. കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യം നമുക്ക് ഏവർക്കും അനുഗ്രഹമാണ്.
ചില നാളുകളായി കർത്താവിൻ്റെ ദാസൻ ഇപ്പോൾ കൊയിലേരിയിലെ ക്ലിനിക്കിനോടുള്ള ബന്ധത്തിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ദാസനെയും ഞാൻ വളരെ ബഹുമാനത്തോടെ ഞാൻ ഈ മീറ്റിങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാനന്തവാടി AG സെക്ഷൻ്റെ ഇൻസ്പെക്ടറായിരിക്കുന്നതായ കർത്താവിൻ്റെ ദാസൻ ഈപ്പൻ ചാക്കോ പാസ്റ്റർ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന കർത്താവിൻ്റെ ദാസൻ, പ്രത്യേകിച്ച് നമുക്കറിയാം സാമൂഹ്യ രംഗത്ത് വളരെ സജീവമായി കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കർത്താവിൻ്റെ ദാസൻ ജോയി മുളയ്ക്കൽ. കർത്താവിൻ്റെ ദാസൻ മുഖാന്തരമാണ് ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഇവിടെ ആരംഭം കുറിക്കുന്നത്. കർത്താവിൻ്റെ ദാസൻ്റെ സാന്നിധ്യം നമുക്ക് അനുഗ്രഹമാണ്. കർത്താവിൻ്റെ ദാസനെയും ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ കടന്നു വന്നിരിക്കുന്ന അനുഗ്രഹീതരായ ദൈവദാസന്മാർ, പ്രത്യേകിച്ച് ഗാനങ്ങൾ ആലപിക്കുന്ന ദൈവദാസൻ കുടുംബം, മറ്റ് ചർച്ചകളിൽ പ്രവർത്തിക്കുന്ന AG ചർച്ച്, ട്രൈബൽ മിഷൻ, IPC, എല്ലാവരുടെയും പേരെടുത്ത് പറയാനുള്ള സമയക്കുറവുകൊണ്ടാണ്. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് തൃശ്ശേരി സഭയിൽ നിന്നുമൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ റീഹാബിലിറ്റേഷൻ്റെ പ്രവർത്തനങ്ങളോടുള്ള ബന്ധത്തിൽ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. ഒരു പക്ഷെങ്കിൽ ഇതെന്താണ്, എന്ത് പ്രവർത്തനമാണ് എന്ന് പലർക്കും ഇതിനെക്കുറിച്ചൊരു ആശങ്കയുണ്ട്. 2002 ഞങ്ങൾ വയനാട്ടിൽ വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു സംഭവമാണ്, ഞങ്ങൾ കോളനികൾ കയറുമ്പോൾ പല യൗവനക്കാരും കുഞ്ഞുങ്ങളടക്കം പലരും മദ്യപിച്ച് അബോധാവസ്ഥയിൽ കിടക്കുന്ന കാഴ്ചകൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ നാളുകളിൽ ഹൃദയത്തിലുണ്ടായ ഒരു വേദന എൻ്റെ സഹോദരൻ ബിജു പാസ്റ്ററുമായി ഞങ്ങൾ പങ്കുവയ്ക്കുകയും അങ്ങനെ അന്നത്തെ വെൽ ഡിവിഷൻ്റെ മാനേജരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ മാത്യു സാറിനെ പോയി കാണുകയും എന്ത് ചെയ്യാനായിട്ട് കഴിയുമെന്ന് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അങ്ങനെയാണ് ഇന്ന് നടവയിലുള്ള മുക്തി എന്ന് പറയുന്ന സ്ഥാപനം ആരംഭിക്കുവാനായിട്ട് ദൈവം സഹായിച്ചത്. ഞങ്ങളുടെ മാതാപിതാക്കൾ അവിടുന്ന് ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വരികയും അതിൻ്റെ ചുമതല അവരേറ്റെടുക്കുകയും കഴിഞ്ഞ 2004 മുതൽ മുക്തി എന്ന് പറയുന്ന സ്ഥാപനം അനുഗ്രഹീതമായി നടക്കുവാനായിട്ട് ദൈവം സഹായിച്ചു. 2010 മുതൽ എൻ്റെ രണ്ടാമത്തെ സഹോദരൻ ഇവിടെ കടന്നു വരികയും പ്രത്യേകിച്ച് സാധുക്കളായിരിക്കുന്ന ആളുകളുടെ ഇടയിൽ അവർക്ക് വേണ്ടി ഒരു ഡീഡിയേഷൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുവാനും ദൈവം സഹായിച്ചു. പ്രവർത്തനങ്ങൾ മൂലം അനേകരെ കർത്താവിനെ അറിയുവാനും സമാധാനവും സന്തോഷമുള്ളൊരു ജീവിതം നയിക്കുവാനും ദൈവം സഹായിച്ചു. എന്നാൽ വീണ്ടും പ്രശ്നങ്ങളുണ്ട്. നമുക്കറിയാം, ഈ ക്യാമ്പ് കൂടി കടന്നു പോകുന്നവർ വീണ്ടും മദ്യപിക്കുകയും വീണ്ടും അവർ പഴയ രീതിയിലേക്ക് പോവുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട്. ചില ആളുകൾ ആത്മഹത്യ പോലും ചെയ്യുന്നു. ഒത്തിരി ആളുകൾ എനിക്കറിയാം ആത്മഹത്യ ചെയ്ത കൂട്ടത്തിലുണ്ട്. അവരെ വീണ്ടും ശ്രദ്ധിക്കുവാനായിട്ട് കഴിയുന്നില്ല. വീണ്ടും അവർക്ക് ക്യാമ്പിലേക്ക് പങ്കെടുക്കാൻ കഴിയുകയില്ല. അതുപോലെ സഭകളിലും അവർ വീണ്ടും മടങ്ങി വരികയില്ല. വീണ്ടും കഴിഞ്ഞ നാളുകളേക്കാൾ വളരെ വേദനാജനകമായ അനുഭവങ്ങൾ അവരും നേരിടുന്നു, വീട്ടുകാരും ഭവനത്തിലുള്ളവരും നേരിടുന്നു. അങ്ങനെ ആത്മഹത്യയിലേക്ക് അവർ നയിക്കപ്പെടുന്നു. ഇത് ഞങ്ങളുടെ ഹൃദയത്തിൽ വളരെയധികം കഴിഞ്ഞ നാളുകൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യാനായിട്ട് കഴിയും? അങ്ങനെ ചില നാളുകൾക്ക് മുൻപേ ചില വ്യക്തികളെ എൻ്റെ കൂടെ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അവർ വളരെ സന്തോഷകരമായ ജീവിതം നയിക്കുകയൊക്കെ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അവരെ കുറച്ച് നാളെങ്കിലും ഒന്ന് മാറ്റി നിർത്തുക, അവർക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുക, അവരെ ഒന്ന് നമ്മളോട് ചേർത്ത് പിടിക്കുക എന്നുള്ളൊരാശയം. അങ്ങനെ അത് കർത്താവിൻ്റെ ദാസൻ ജോയി സഹോദരനുമായിട്ട് പങ്കുവയ്ക്കുകയും അങ്ങനെയാണ് ഇന്ന് ഇപ്രകാരം ഇവിടെ ഒരു സംരംഭത്തിന് ആരംഭം കുറിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. നിശ്ചയമായും ദൈവം തന്ന ഈ ഭാരം ഞാനങ്ങനെ വിശ്വസിക്കുന്നു. വരും നാളുകളിൽ
അനേക കുടുംബങ്ങളിൽ സമാധാനത്തിന് കാരണമായി തീരട്ടെ. ഇന്നലെ ഞാൻ തൃശ്ശൂരിൽ നിന്ന് പോരുന്ന സമയത്ത് ചില കോളനികളിലൊക്കെ പോയപ്പോൾ ഏറ്റവും കൂടുതൽ കരയുന്ന ആളുകളെ ഞാൻ കണ്ടത് മദ്യപിക്കുന്ന ആളുകൾ തന്നെയാണ്. ചെറുപ്പക്കാരായ കുറേ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ കൂടി. എന്നിട്ട് പറഞ്ഞു, അച്ചായി എന്തിനാണ് പോകുന്നത്? അച്ചായി ഞങ്ങളെ വിട്ടു പോകരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാണ് പോകുന്നത്. കാരണം ഇത്രയും നാളും അവർ ചർച്ചകളിൽ വന്നിട്ടില്ല, പ്രാർത്ഥനയ്ക്ക് വന്നിട്ടില്ല, ഡീഅഡിക്ഷൻ ക്യാമ്പിൽ വന്നിട്ടില്ല. ചില ആളുകളൊക്കെ വീണ്ടും തെറ്റിപ്പോയ ആളുകളുണ്ട്. അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. നിശ്ചയമായും അവർക്ക് രക്ഷപ്പെടണമെന്നുള്ള ഒരാഗ്രഹം അവരുടെ ഉള്ളിലുണ്ട്. അതിനുള്ളൊരു സാഹചര്യം അവർക്ക് ഒരുക്കി കൊടുക്കുക. ഒരാത്മാവിൻ്റെ വില ലോകത്തെക്കാളും വിലയേതാണ് എന്ന് നമ്മൾക്കറിയാം. അതിനുവേണ്ടി ഒരു കരം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ ഈ കൊച്ചായുസിൽ അതിനുവേണ്ടി ചെയ്യുക. ആ ഒരു ദർശനമാണ് ദൈവം നൽകിയത്. ആ ഒരു പ്രവർത്തനം ഹൃദയത്തിൽ ഈ ഒരു ചിന്ത ഉണ്ടാകുകയും ഇത് പങ്കുവയ്ക്കുകയുമാണ് ചെയ്തത്. ഇന്ന് അതിൻ്റെ ഒരു ആരംഭം ഇവിടെ കുറിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. പ്രത്യേകമായിട്ട് ഇതിൻ്റെ പിന്നിൽ നമുക്ക് സഹായിക്കുവാനായിട്ട് മുൻപോട്ട് കടന്നു വന്നതായ ഒറ്റത്തങ്ങൽ ഫാമിലി, പ്രത്യേകിച്ച് അവരുടെയൊക്കെ സഹോദരി ഇന്നിവിടെ കടന്നു വന്നിട്ടുണ്ട്. അവരാരും മറ്റാരും ഇവിടെയില്ല. അവരെയൊക്കെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ ഇവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൻ്റെ ദാസനിൽ നിന്ന് കേട്ട നല്ല വാക്കുകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ദൈവം ഹൃദയത്തിൽ ഒരു ദർശനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പൂർത്തീകരിക്കാനുള്ള വഴിയും ദൈവമായി തന്നെ ഒരുക്കും. അതാണ് എല്ലാ കാലത്തും മിഷൻ പ്രവർത്തനങ്ങളുടെ ചരിത്രം. വിഷൻ എവിടെയുണ്ടോ അവിടെയെല്ലാം വഴികളും പ്രൊവിഷനും ദൈവമാണ് ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവദാസന്മാരുടെ ഹൃദയത്തിൽ കഴിഞ്ഞ വർഷങ്ങൾ ദൈവം നൽകിയ നല്ല ദർശനത്തെ ഇത്രത്തോളം വളർത്താൻ നാളിതുവരെ അവരുടെ പിന്നിൽ നിന്ന, അവരോട് ചേർന്ന് നിന്ന ദൈവദാസന്മാർ, ദൈവസഭകൾ, കുടുംബങ്ങൾ എല്ലാവരെയും വളരെ നന്ദിയോടെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഈ സമയത്ത് കർത്താവിൻ്റെ ദാസൻ ഒരു പാട്ടുപാടി നമുക്ക് ചേർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം സഹായിക്കട്ടെ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. ഒരു വാക്കുമതി, എനിക്കതു മതിയേ. എന്റെ കുറിക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്തു വരാൻ ഞാൻ പോരാത്തവനാണേ. എന്റെ കൂടൊന്നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ.
അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. അസാധ്യമൊന്നും നിന്നിൽ ഞാൻ കാണുന്നില്ലേ, അധികാരത്തിൽ നിന്നെ പോലാരുമില്ലേ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ ജീവിതം മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ നിലവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. നീ പറഞ്ഞാൽ ദീനം മാറും, നീ പറഞ്ഞാൽ മരണം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്ത് വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എനിക്ക് പുകഴാൻ ആരും ഈ ഭൂമിയിലില്ലേ, യേശുവിനെ പോൽ ശ്രേഷ്ഠൻ വേറാരുമില്ലേ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. എൻ നിരാശകൾ മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ, എൻ പിഴവുകളും മാറും ഒരു വാക്കു നീ പറഞ്ഞാൽ. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. നീ പറഞ്ഞാൽ പാപം മാറും, നീ പറഞ്ഞാൽ ശാപം മാറും. യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ, യേശുവേ നീ പറഞ്ഞാൽ മാറാത്തതെന്തുള്ളൂ. ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ, ഒരു വാക്കുമതി എനിക്കത് മതിയേ. എന്റെ പുരയ്ക്കകത്ത് വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണേ. എന്റെ പുരയ്ക്കകത്ത് വരാ ഞാൻ പോരാത്തവനാണേ, എന്റെ കൂടെ നിരിപ്പാനും ഞാൻ പോരാത്തവനാണ്. Praise the Lord. കർത്താവിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഗാനങ്ങൾ കേൾക്കാൻ ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്ന് ഈ മഹനീയം ലൈഫ് മിഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഇവിടെ ഈ റിഹാബ് സെൻറ്റർ ആരംഭിക്കുന്നത്. അതിനെ സംബന്ധിച്ച് അതിൻ്റെ മിഷൻ ദർശനം നമ്മോട് പങ്കുവെക്കാൻ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം മുമ്പിൽ നിന്ന് ഇവിടെ നേതൃത്വം വഹിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോയ് മുളയ്ക്കലിനെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഈ മിഷൻ ദർശനം നമ്മോട് പങ്കുവെക്കുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കരണ്ടില്ല. ഹലോ.
ഹലോ, അകത്ത് കറണ്ടുണ്ട്. അതിൻ്റെ കറണ്ട് വരട്ടെ. ഇന്നത്തെ ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ കെ മാത്യു, ഞങ്ങൾ വളരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ ദാസനാണ്. അതുപോലെ പ്രിയ ബിജു പാസ്റ്ററുടെയും ജേക്കബ് പാസ്റ്ററുടെയും ഒക്കെ സഹോദരനാണ് അദ്ദേഹം. ഇന്നത്തെ ഈ മീറ്റിങ്ങിന് നമുക്ക് ഈ റീഹാബ് സെൻറ്റർ പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ നമുക്ക് വിശിഷ്ട അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്ന കർത്താവിൻ്റെ ദാസൻ റവറൻഡ് ഡോക്ടർ മുരളീധർ അവർകൾ. കർത്താവിൻ്റെ ദാസനെ നമുക്ക് കിട്ടിയതൊരു മഹാഭാഗ്യമാണ്. കാരണം ഇത് മഹനീയം ലൈഫ് മിഷൻ്റെ മാത്രം പ്രവർത്തനമല്ല, കർത്താവിൻ്റെ ദാസനും അതിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഒരു സംരംഭമാണ്. ഡോക്ടർ കഴിഞ്ഞ കുറച്ച് നാളുകൾ ഇവിടെയുണ്ട്, നമ്മളോട് ചേർന്ന് വയനാട്ടിലൊരു ഹോസ്പിറ്റലിൻ്റെ കാര്യത്തോടുള്ള ബന്ധത്തിലായിരിക്കുന്നു. നിങ്ങളിൽ എല്ലാവർക്കും തന്നെ അറിഞ്ഞിട്ടില്ലെങ്കിലും കൊയിലേരിയിൽ നമ്മളൊരു ക്ലിനിക്കിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. മെയ് മാസത്തോടു കൂടി അത് ഒരു ഹോസ്പിറ്റലായിട്ട് മാറ്റാനുള്ള പ്രവർത്തനത്തിൽ ഞങ്ങളായിരിക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന ആ വിഷയത്തിനോട് ഞാൻ പ്രത്യേകമായിട്ട് ചോദിക്കുകയാണ്. ഈ മാനന്തവാടി സെക്ഷൻ്റെ പ്രസ്പെക്ടർ പാസ്റ്റർ ഈ പഞ്ചാക്കോ എൻ്റെ അടുത്ത സുഹൃത്ത്, ഞങ്ങൾ ഒരുമിച്ച് സെക്ഷനിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ NLCയുടെ ബൈബിൾ ട്രാൻസ്ലേഷൻ്റെ ബിജുമോൻ നമ്മുടെ മധ്യത്തിലുണ്ട്. രക്ഷാ ഡി എഡീഷൻ്റെ ബിനിച്ചാനുണ്ട്. അതുപോലെ മാനന്തവാടി സെക്ഷനിലെ ഞാൻ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പാസ്റ്റേഴ്സ്, ട്രൈബൽ മിഷനിലെ പാസ്റ്റേഴ്സ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെ ഒക്കെ ഓർത്ത് ഞാൻ പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുകയും അമേരിക്കയിലുള്ള കുഞ്ഞുബായിച്ചായൻ്റെയും കുടുംബത്തിൻ്റെയും പേരിലുള്ള പ്രത്യേകമായ അന്വേഷണങ്ങളും സ്നേഹവും ഇത്തരണത്തിൽ ഞാൻ അറിയിക്കുകയും ചെയ്യുക. ഇവിടെ ഇങ്ങനൊരു പ്രവർത്തനത്തെക്കുറിച്ച് ഷായിജാൻ, ഞങ്ങൾ സ്നേഹത്തിൽ ഷായിജാൻ എന്ന് വിളിക്കും, ജേക്കബ് പാസ്റ്ററാണ്. ജേക്കബ് പാസ്റ്റർ ഈ വിഷയം ഷെയർ ചെയ്തപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഭാരം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ആക്ച്വലി ഇങ്ങനെ ഒരു റീഹാബ് സെൻറ്ററിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അന്നേരം ഞങ്ങൾക്കില്ലായിരുന്നു. അപ്പം ഞാനിവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ ഫിലിപ്പ് തോമസിൻ്റെ സഹോദരങ്ങളാണ് ഈ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. കൊയിലേരിയിൽ താബോർ റീഹാബിലെ താബോർ റിട്രീറ്റ് സെൻറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനം നടക്കുന്നു. ഇവിടെ മഹനീയം ലൈഫ് മിഷൻ എന്നാണ് ഈ ഒരു പ്രവർത്തനത്തിന് നമ്മൾ പേരിട്ടിരിക്കുന്നത്. ഇതിനൊക്കെ നേതൃത്വം കൊടുക്കുന്നത് ഫിലിപ്പ് തോമസ് പാസ്റ്ററുടെ സഹോദരന്മാരാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ ഏകദേശം ഒരു 8-10 വർഷത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു സന്തത സഹചാരിയായിട്ട് ഞാൻ കൂടുതലുണ്ടായിരുന്നു. അദ്ദേഹം ഇവിടെ പോകുമ്പോൾ ഞാനാണ് വാഹനം ഓടിക്കുന്നത്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പോകുന്ന വഴികളിലൊക്കെ ഞങ്ങളോട് ഷെയർ ചെയ്യുമായിരുന്നു. എന്ന് ഞങ്ങളുടെ സഭയിൽ പ്രസംഗിക്കാൻ എഴുന്നേറ്റാലും വാഗ്ദത്തങ്ങളെ മാത്രമേ പാസ്റ്റർ പ്രസംഗിക്കത്തുള്ളായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞങ്ങൾ പിന്നീട് ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയൊക്കെ കാര്യങ്ങൾ പാസ്റ്റർ ഇങ്ങനെ പറയുമ്പോൾ അന്ന് മുൻപിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാഹചര്യവും ഇല്ലാത്ത ഒരു കാലത്താണ് പാസ്റ്റർ വാഗ്ദത്തങ്ങളെക്കുറിച്ച് പറയുന്നത്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ സമയമായപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുന്നു. ദൈവം ആ വാഗ്ദത്തത്തെ അതിൻ്റെ സമയാസമയങ്ങളിൽ നിവർത്തിച്ചു കൊണ്ടിരിക്കുക. നമ്മളോട് പറയുന്ന ചെറുതാണെന്നുണ്ടെങ്കിലും വലുതാണെങ്കിലും ദൈവീക വാഗ്ദത്തത്തിന് ഒരു മാറ്റവുമില്ല. ഇപ്പോൾ അവർ സണ്ണിച്ചായൻ, സാവിച്ചായൻ, കുഞ്ഞുബായിച്ചായൻ, റേച്ചായൻ 4 സഹോദരങ്ങളാണ് അവിടെയുള്ളത്. അവരുടെ ആ സഹോദരി പ്രിയ എൽസുകുട്ടി മാമ നമ്മുടെ മധ്യത്തിലുണ്ട്. അവർ 4 പേരും വയനാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നേതൃത്വം കൊടുത്ത് അവർ മുൻപിലോട്ട് ഇറങ്ങി വന്നിരിക്കുക. ഇപ്പോൾ ഒത്തിരി ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾക്ക് അവർ ഈ ദിവസങ്ങളിൽ നേതൃത്വം കൊടുക്കുന്നു. അത് പല ആളുകൾക്കും വ്യക്തിപരമായിട്ടും സഭാപരമായിട്ടൊക്കെ ഒത്തിരി ഗുണകരമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ഈ മഹനീയം ലൈഫ് മിഷൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുകയൊക്കെ ചെയ്തപ്പോൾ 3 വർഷങ്ങൾക്ക് മുമ്പ് അവർ വയനാട്ടിൽ വന്നപ്പോൾ ഒരിക്കൽ ജേക്കബ് പാസ്റ്ററും ബിജു പാസ്റ്ററും കൂടെ ഫോറസ്റ്റ് വൈൽ കോളനിയിൽ ഒരു മീറ്റിങ്ങിന് ഞങ്ങൾ കടന്നുപോയി രാത്രിയിൽ. അന്ന് അവിടുത്തെ നമ്മുടെ ട്രൈബൽ മിഷനിലെ ആളുകളുടെ പ്രാർത്ഥനയും ആരാധനയും ആ സാഹചര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അത് അവരുടെ ഉള്ളത്തിലൊരു ഭാരമായി. അപ്പോൾ വയനാട്ടിലെ 100 കണക്കിന് കോളനികൾ ഇനിയും സുവിശേഷം എത്താതെ, നമ്മുടെ പാസ്റ്റേഴ്സൊക്കെ സത്യത്തിൽ ഈ ആദിവാസി മേഖലകളിലേക്ക് പ്രവർത്തിക്കാൻ അവർ തൽപരരാകുന്നില്ല. പലപ്പോഴും നമ്മളെ കോട്ടയത്തു നിന്നും എറണാകുളത്തു നിന്നും കൊല്ലത്തു നിന്നൊക്കെ പാസ്റ്റേഴ്സ് വിളിക്കുമ്പോൾ അവർ ചോദിക്കുന്നത് മാനന്തവാടി പട്ടണത്തിലൊരു പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നു. ഞാനെപ്പോഴും അവരോട് പറയാറുണ്ട്, പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെയാണോ പറഞ്ഞത്, നിങ്ങൾ ഒന്നും കൂടെ പ്രാർത്ഥിക്കുക. ഇത്രയും സ്ഥലം വയനാട്ടിലുണ്ട്, എന്തിനീ പട്ടണത്തിലേക്ക് മാത്രം വരുന്നു? അപ്പോൾ ഈ അൺറീച്ച്ഡ് ആയിട്ടുള്ള ഈ കോളനികളിലേക്ക് പോകുവാൻ നമ്മുടെ അഭിഷിക്തന്മാർ വളരെ കുറവാണ്. എന്നാൽ അവരും ദൈവസന്നിധിയിൽ ഏറ്റവും വിലപ്പെട്ടവരാണ്. അവരുടെ ആത്മാവിനും ദൈവം വില കൽപ്പിക്കുന്നതാണ്.
അപ്പോൾ അന്ന് ഇവിടുന്ന് കടന്നു പോയപ്പോൾ കുഞ്ഞുബായിച്ചാൻ്റെ ഹൃദയത്തിൽ വന്നൊരാഗ്രഹമാണ്, ഇവിടെ ട്രൈബൽ മിഷൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടപ്പോൾ അവരോട് ചേർന്ന് ഇവിടെ ആ പ്രവർത്തനത്തിൽ പങ്കാളികളാകണമെന്ന്. പിന്നീട് അവിടെ ചെന്ന് അതിനെക്കുറിച്ച് കാര്യങ്ങൾ ആലോചിച്ചു. അങ്ങനെ നമ്മളിവിടെ പ്രവർത്തനം ആരംഭിച്ചു. ഇപ്പോൾ 2 സ്ഥലത്ത് നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്താണ് പ്രിയ ഷായിച്ചാൻ ഞങ്ങളോട് ഈ വിഷയം ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വളരെ താല്പര്യത്തോടെ ഞങ്ങൾ ആ കാര്യം ആഗ്രഹിക്കുകയും അതിനായിട്ടൊരു സ്ഥലം മേടിക്കണമെന്ന് ചിന്തിച്ചു. ഇതെല്ലാം ദൈവത്തിൻ്റെ ഒരു വലിയ വാഗ്ദത്തമാണ്. ഞങ്ങൾ സത്യത്തിൽ ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്ത് പോയിട്ടാണ് ആദ്യമായിട്ടൊരു സ്ഥലം നോക്കുന്നത്. ആ സ്ഥലം കണ്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, വില പറഞ്ഞു. അഡ്വാൻസ് കൊടുക്കാൻ ചെന്ന സമയത്ത് അവർ വാക്ക് മാറി. സത്യത്തിൽ ബിജു പാസ്റ്റർക്ക് ഭയങ്കര മാനസിക വിഷമമായിരുന്നു. അദ്ദേഹം 1-2 പ്രാവശ്യം പറയുമായിരുന്നു, അയ്യോ എന്ത് പറ്റിയെന്ന്. അപ്പോഴും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്വം ഈ ദേശത്തുണ്ട്. അന്ന് പ്രിയ ബിജുമോനുണ്ട്, ഞങ്ങളൊരു ബൈബിൾ കോളേജിനും കൂടെ ചേർന്നായിരുന്നു അന്ന് സ്ഥലം നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുകയാണ് ഈ സ്ഥലത്തെക്കുറിച്ച് പറയുകയും ഞങ്ങളിവിടെ എല്ലാവരും കൂടെ ഒരുമിച്ച് വന്ന് കണ്ടു, ഇഷ്ടപ്പെട്ടു. അപ്പോൾ തന്നെ ഞങ്ങളതിന് അഡ്വാൻസ് കൊടുത്തിട്ട് ഇവിടുന്ന് പോകുന്നത്. അതിനുശേഷം രാത്രിയിലാണ് കുഞ്ഞുബായിച്ചാനെ വിളിച്ച് ഞാനിങ്ങനെ സ്ഥലം ഇവിടെ മേടിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് പറയാനായിട്ടിടയായി തീർന്നു. അദ്ദേഹം പറഞ്ഞു, നമുക്ക് ഗുണകരമാണ് എങ്കിൽ തീർച്ചയായിട്ടും മുൻപോട്ട് പോവുക. അങ്ങനെ ഈ സ്ഥലം നമ്മൾ മേടിച്ചു. ആ മനോഹരമായൊരു ഭവനം നമുക്ക് ദൈവത്താൽ ഇതിനകത്ത് ഒരുക്കപ്പെട്ടു. ഏകദേശം 2200 സ്ക്വയർ ഫീറ്റുള്ള എല്ലാ സൗകര്യമുള്ളൊരു വീട്. അപ്പോൾ അതുകൊണ്ട് പ്രിയ ഷായിച്ചാനും കൂടെ താമസം മാറുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനോട് ചേർന്ന് നമുക്കൊരു റീഹാബ് സെൻറ്ററിൻ്റെ പ്രവർത്തനം തീർച്ചയായിട്ടും അത് അടുത്ത അധിക നാളുകൾ താമസിക്കാതെ ഇവിടെ ഉണ്ടാകും. ഞങ്ങൾ പ്രിയ ഡോക്ടറോട് ഈ വിഷയം കഴിഞ്ഞ ദിവസങ്ങൾ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തു. അപ്പോൾ ഡോക്ടർക്കും വളരെ ഈ കാര്യത്തിൽ വളരെ താല്പര്യമാണ്. തീർച്ചയായിട്ടും നമുക്ക് ഇത് ട്രൈബൽ മിഷന് മാത്രമല്ല, നമ്മുടെയൊക്കെ പരിചയത്തിലുള്ള ആളുകൾ, ഒത്തിരി ആളുകളുണ്ട് മദ്യവെച്ചിട്ട്. നമ്മുടെയൊക്കെ പ്രാദേശികമായ പ്രവർത്തനത്തിന് പോകുമ്പോൾ നമുക്കറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പ്രിയ ജേക്കബ് പാസ്റ്റർ നമുക്ക് വിളിക്കാം. അവർക്ക് ആവശ്യമായ കൗൺസിലിങ്, പ്രാർത്ഥന, അവരെ കൂടെ താമസിപ്പിച്ച് നല്ലൊരു ജീവിതം അവർക്ക് കൊടുത്ത് അവർ ക്രിസ്തുവിന് കൊള്ളാകുന്നവരാക്കി മാറ്റി ദൈവരാജ്യത്തിന് അവർ യോഗ്യരാക്കി തീർത്ത് അവർ കുടുംബത്തിനും സമൂഹത്തിനും നല്ല മാതൃകയുള്ളവരായി തീരാൻ ഇടവരുത്തേണ്ട ഒരു പ്രവർത്തനത്തിലാണ് നിങ്ങളിന്ന് പങ്കാളികളായിട്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. പ്രിയ കുഞ്ഞുബായിച്ചായൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ മേഴ്സി, 3 കുഞ്ഞുങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. ജോഷുവ, എമിലി, ആഷ്ലി, ആ 3 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. അവരുടെ ഒരു മകളുടെ ഹസ്ബൻഡും ഡോക്ടറാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹവുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർക്കും വളരെ താല്പര്യം. ഇവിടെ ഒരു വർഷത്തിലൊരു 6 മാസമെങ്കിലും വന്ന് ഞങ്ങളും അവിടെ താമസിച്ച് ഇവിടുത്തെ ഹോസ്പിറ്റലിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കാൻ ഞങ്ങളും വരും, സഹായിക്കാൻ ഞങ്ങളും വരുമെന്നൊക്കെ അവർ പറയാനായിട്ടിടയായി തീർന്നു. അപ്പോൾ ഈ മഹനീയം ലൈഫ് മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു വിഷനാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇതൊരു പ്രാർത്ഥനയുടെ, ദൈവീക വാഗ്ദത്തങ്ങളുടെ ഒരു നിവൃത്തിയാണ് ഈ കാണുന്നത്. അതുപോലെ കൊയിലേരിയിൽ നമ്മുടെ താബോർ ഹിൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് അവരുടെ ഇളയ സഹോദരൻ റെജി മാത്യു തോമസിൻ്റെ നേതൃത്വത്തിലാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 25,000 സ്ക്വയർ ഫീറ്റിൽ മനോഹരമായൊരു ബിൽഡിംഗ് അവിടെ പണിതുകൊണ്ടിരിക്കുന്നു. ദൈവം അനുവദിച്ചാൽ മെയ് മാസം കഴിയുമ്പോൾ ഒരു നല്ലൊരു ഹോസ്പിറ്റലും കൂടെ അതിനകത്ത് ഉണ്ടാകും. ഞങ്ങളത് ആഗ്രഹിക്കുകയും അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഇത് പറയാൻ കാരണം, വിഷൻ ഉണ്ടായിട്ട് കാര്യമില്ല. ഇത് വിജയിക്കണമെങ്കിൽ എന്ത് വേണം? പ്രാർത്ഥന വേണം. ഇവിടെയുള്ള ആളുകളുടെ പൂർണ്ണമായ സപ്പോർട്ടും സഹകരണങ്ങളും വേണം. അങ്ങനെ വയനാട്ടിൽ നമ്മൾ ഒരുമിച്ച് നിന്നാൽ നിശ്ചയമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു വയനാടിനെ നമുക്ക് നേടുവാനായിട്ട് കഴിയും. തകർന്നു കിടക്കുന്ന ജനത്തെ വിടുവിക്കുവാൻ നമുക്ക് കഴിയും. നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു ഭാഗം നമ്മൾ അതിനകത്തേക്ക് നമ്മുടെ പാർട്ട് ചെയ്യുമ്പോൾ ദൈവം ബാക്കി നിശ്ചയമായിട്ടും ചെയ്യും. കാരണം അത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ കാര്യങ്ങളിലും ഞങ്ങൾക്കത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ പ്രിയ കുഞ്ഞുബായിച്ചാനെയും കുടുംബത്തെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. റേച്ചാനെയും കുടുംബത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം. സാബ് ചായൻ, സണ്ണി ചായൻ, അവരൊക്കെ വളരെ താല്പര്യത്തിൽ നമ്മുടെ മിനിസ്ട്രിയോട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും സർവശക്തനായ ദൈവം നമ്മുടെ പ്രവർത്തനത്തെ അതിൻ്റെ വിശാലതയിലേക്ക് കൊണ്ടുവരട്ടെ. അതിനായിട്ട് ദൈവം നല്ല ആലോചനകളെ തരട്ടെ. തക്ക സമയത്ത് ജോയിൻ ചെയ്യാനുള്ള ആളുകളെല്ലാം ദൈവം ഒരുക്കി തരട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഇപ്പോൾ നമ്മുടെ സാറ് വന്നിട്ട് കുറേ ദിവസമായി. ഒരു ഡോക്ടറുടെ ആക്കിയിട്ട് പോകാൻ വേണ്ടി സാറ് വളരെ ബത്തപ്പാടിലായിരിക്കുന്നത്. നമുക്ക് നല്ല ഡോക്ടേഴ്സ് സമർപ്പണത്തോടെ കടന്നു വരാനുള്ള ആളുകൾ വേണം. തീർച്ചയായിട്ടും എല്ലാത്തിനും നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ ചോദിക്കുന്നു. നിശ്ചയമായിട്ടും ദൈവം നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കുവാൻ ഇടവരുത്തട്ടെ. ആമേൻ. നല്ല ദൈവിക ദർശനത്തെ ഏറ്റെടുക്കാൻ
ഈ പ്രവർത്തനത്തെ വയനാട് ജില്ലയെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും നമ്മുടെ പങ്ക് ഈ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിവർത്തിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസൻ ഡോക്ടർ മുരളീധർ നമ്മുടെ മധ്യത്തിലുണ്ട്. കർത്താവിൻ്റെ ദാസനാണെന്ന് ദൈവവചനത്തിൽ നിന്ന് നമ്മോട് അല്പസമയം സംസാരിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് ഇപ്പോൾ ഈ ശുശ്രൂഷയെ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ മറ്റ് ശുശ്രൂഷ കാര്യങ്ങളിലേക്ക് കിടക്കുകയാണ്. ഡോക്ടർ തന്നെ ഈ സമർപ്പണ പ്രാർത്ഥന നിർവഹിക്കുന്നതാണ്. നമുക്കെല്ലാവർക്കും ഒരു നിമിഷം ഒന്ന് ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. മഹനെ ലൈഫ് മിഷൻ്റെ ആഭിമുഖ്യത്തിൽ അപ്പോൾ തന്നെ ഇവിടെ ഇപ്പോൾ കേട്ടതുപോലെ ട്രൈബൽ മിഷൻ്റെയും അതുപോലെ വെൽവിഷേഴ്സ് ആയിട്ടുള്ള എല്ലാ ദൈവദാസന്മാരുടെയും സഹകരണത്തോടു കൂടെയാണ് ഈ ശുശ്രൂഷ ഇവിടെ നടക്കുന്നത്. പ്രിയ ഡോക്ടർ മുൻപോട്ട് വന്ന ഈ സമയത്ത് പ്രാരംഭമായതിൻ്റെ സമർപ്പണ പ്രാർത്ഥന കർത്താവിൻ്റെ ദാസൻ നിർവഹിച്ച അനന്തരം നമ്മൾ ദൈവവചനം കേൾക്കാനൊക്കെ അവസരമെടുക്കും. ഇപ്പോൾ ഡോക്ടർ എല്ലാവരും പ്രാർത്ഥിക്കാം. ഈ പ്രവർത്തനത്തിൻ്റെ ആരംഭം കുറിച്ചത് ആ സമയം തൊട്ട് ഈ പ്രവർത്തനം തുടങ്ങി വയ്ക്കുവാനുള്ള സമയം വരെ നടന്ന കാര്യങ്ങളെല്ലാം ബ്രദർ ജോയൽ കൂടെയും പാസ്റ്റർ കൂടെയെല്ലാം കേൾക്കുവാനിടയായി. വളരെ അത്ഭുതകരമായിട്ടാണ് ദൈവം നടത്തി വന്നത്, നടത്തി വരുന്നത്, ഇനി നടത്താൻ പോകുന്നത് എന്നെല്ലാം നമുക്കറിയാം. ദൈവം തുടങ്ങി വെച്ചതൊന്നും ദൈവം ഇടയ്ക്ക് വിട്ടു മാറത്തില്ല. നമുക്ക് ദൈവത്തോടു കൂടെ ചേർന്ന് നിൽക്കുവാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും ഏത് ഉദ്ദേശത്തോടു കൂടെ ഇത് തുടങ്ങിയോ അത് നിവൃത്തിയാകുന്നവരെ ദൈവത്തിൻ്റെ ആ സംരക്ഷണവും അനുഗ്രഹവും നമ്മളോട് കൂടെ ഇരിക്കും എന്നുള്ള വിശ്വാസം നമുക്കെല്ലാവർക്കും വേണം. അതുകൊണ്ട് ഈ സ്ഥാപനം ഇന്ന് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഈ സ്ഥാപനത്തെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി അനേകർ ഇതിലൂടെ കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ ഒരു വലിയ വ്യത്യാസം കണ്ടെടുത്തുവാൻ ഇതൊരു സ്ഥാപനമായി തീരുവാൻ ഇത് മറ്റവരുടെ കണ്ണുകൾക്ക് മുമ്പ് ഇത് ഒരു ആശ്ചര്യമായിരിക്കുന്നു, യഹോവയാൽ സംഭവിച്ചു എന്ന് പറയുന്നത് പോലെ ഇത് ദൈവം തന്നെയാണ് ഇതിൻ്റെ പുറകെ ഉണ്ടായിരുന്നത് എന്നെല്ലാവരും മനസ്സിലാക്കുവാൻ തക്കവണ്ണം അനേക കുടുംബങ്ങൾക്കും അനേക സ്ഥാപനങ്ങൾക്ക് അനേക ദൈവവേലക്കാർക്ക് മാത്രമല്ല ഈ വയനാടിന് മൊത്തം ഒരു അനുഗ്രഹമായി തീരുവാൻ ദൈവം തമ്പുരാൻ കർത്താവെ ഈ സ്ഥാപനത്തെ അനുഗ്രഹിച്ചു തരുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, അവിടുത്തെ പൊന്നുമുഖം നോക്കിക്കൊണ്ട് അവിടുത്തെ പാദത്തിന് കീഴിൽ ഞങ്ങളായിരിക്കുന്നു. നാളുകൾക്ക് മുമ്പേ കർത്താവെ നിന്റെ ദാസൻ പാസ്റ്റർ ജേക്കബിന് അവിടുന്ന് കൊടുത്ത ഒരു ഭാരം, ഹൃദയത്തിൻ്റെ ഒരു ഭാരം, അത് ദൈവത്തിൻ്റെ ഭാരമായിരുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങൾ തിരുവെഴുത്തുകൾ വായിക്കുമ്പോൾ പല പ്രവാചകന്മാർക്കും ദ ബർഡൻ ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ ഭാരം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ തങ്ങളുടെ സന്ദേശം നൽകുന്നത്. ദൈവം തൻ്റെ ഭാരത്തെ തൻ്റെ മക്കൾക്ക് നൽകുമ്പോൾ ദൈവഹിതം ഇവിടെ നിറവേറുവാൻ ദൈവം മനുഷ്യരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരെ ഏൽപ്പിക്കുമ്പോൾ, അവരെ നിയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു പൂർണ്ണതയിലേക്ക് ദൈവം നടത്തി വരും ഞങ്ങളെ വിശ്വസിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി എൻ്റെ ദാസൻ്റെ ആ ദർശനത്തിന് ഒരു ആരംഭം കുറിക്കുന്ന ഈ ദിവസത്തിൽ ഈ സ്ഥാപനത്തെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഇത് മനുഷ്യരാൽ അസാധ്യമാണ്. കർത്താവേ, നിന്റെ കരങ്ങൾ കൊണ്ട് മാത്രമേ നീ വിടുവിക്കുവാൻ സാധ്യതയുള്ളൂ. ഈ വയനാട്ടിലെ അനേക കുടുംബങ്ങൾ കർത്താവെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രാർത്ഥനയ്ക്ക് വന്ന സമയത്തിലെല്ലാം അവരുടെ ജീവിതത്തിൽ വിടുതലുണ്ടായി. എന്നാലും ഈ ലോകത്തിലായിരിക്കും തോറും കർത്താവെ ദുഷ്ടൻ കർത്താവെ അവരുടെ ചിന്തയെ മറികടത്തുവാനും അവരെ പിന്നും പഴയ വഴികളിലേക്ക് കൊണ്ടെത്തിക്കുവാനും എല്ലാം ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അവർ കുറച്ചുകൂടെ ഉറച്ചു നിൽക്കുന്നവരെ, വേര് പിടിക്കുന്നവരെ കർത്താവെ സ്തോത്രം, ധൈര്യത്തോട് കർത്താവെ സ്തോത്രം നിന്റെ സന്നിധാനത്തിൽ കർത്താവെ അവർ വരുന്നവരെ എല്ലാ എതിർപ്പുകൾക്കും ഇനി ഞങ്ങളെ കൊണ്ട് ആ വഴി വരാൻ പറ്റത്തില്ല എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു ആത്മധൈര്യം കിട്ടുന്നവരെ കർത്താവെ ഒന്ന് വളർത്തിയെടുക്കുവാൻ, അവരെ ഒന്ന് ഉറപ്പിച്ച് കർത്താവെ ദൈവവചനത്തിൽ ഉറപ്പിച്ച്, ദൈവത്തിൻ്റെ ആ സ്നേഹത്തിൽ ഉറപ്പിച്ച്, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഉറപ്പിച്ച് അവരെ വഴി നടത്തുവാൻ വേണ്ടി കർത്താവെ പ്ലാൻ ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനം, ഈ റീഹാബിലിറ്റേഷൻ സ്ഥാപനം ദൈവത്തിൻ്റെ നാമത്തിനും മഹത്വത്തിനായിട്ട് തീരണമെന്ന് മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ആരുടെയും പുകഴ്ചയ്ക്കല്ല കർത്താവെ. ഇവിടെ ചില കുടുംബങ്ങൾ കർത്താവെ വിടുതല പ്രാപിച്ച് അവരും ദൈവത്തെ സ്തുതിക്കുന്നവരാകുമ്പോൾ മാത്രമേ
ദൈവനാമത്തിന് മഹത്വം ലഭിക്കത്തുള്ളൂ എന്ന് ഞങ്ങൾ അറിയുന്നു. അതുകൊണ്ട് കർത്താവെ സ്തോത്രം, ഈ പ്രവർത്തനത്തെ ഈ ആരംഭ ദിവസം തൊട്ട് ദൈവം അനുഗ്രഹിക്കണം. ഇതിനു വേണ്ടി കർത്താവെ തൻ്റെ ജീവിതത്തെ കർത്താവെ സമർപ്പിച്ചിരിക്കുന്ന പാസ്റ്റർ ജേക്കബിനും കുടുംബത്തിനുമായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ ദാസനെ ശക്തീകരിക്കണം, ബലപ്പെടുത്തണം. നിന്റെ ദർശനം കർത്താവെ നിന്റെ ദാസന് കൊടുത്തപ്പോൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനാവശ്യമുള്ള ബലം, ശക്തി, കഴിവ്, ജ്ഞാനം എല്ലാം ദൈവം തമ്പുരാൻ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രയോ പ്രയാസങ്ങൾ വരാൻ സാധ്യതയുള്ളതാണ്. എന്നാൽ കർത്താവെ, നീ ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമ്പോൾ ഒരു ശക്തിക്കും പ്രതികൂലമാകുവാൻ സാധ്യതയില്ല. ഇവിടെ കടന്നു വന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് തങ്ങളെ വിധേയപ്പെടുത്തുന്നവരല്ല, ഇതിനകത്ത് ദൈവമുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴും കർത്താവെ ഈ സ്ഥാപനത്തിനകത്ത് ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കർത്താവെ സ്തോത്രം, ഒരു വിടുതല. അനേകർ കർത്താവെ സ്തോത്രം പരാജയപ്പെട്ടിരിക്കുന്ന ഈ മേഖലയിൽ കർത്താവെ ഇവർക്ക് എങ്ങനെ ഇത് സാധിക്കുന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ധൈര്യമായിട്ട് സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ, ഞങ്ങളുടെ കർത്താവെ ചെയ്യുന്ന സൽപ്രവൃത്തികൾ കണ്ട് അനേകർ കർത്താവെ സ്വർഗസ്ഥനായ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഈ സ്ഥാപനം ഒരു മുഖാന്തരമാക്കി തീർക്കണമേ എന്ന് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ദൈവം ചെയ്യാൻ പോകുന്നതുകൊണ്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തുന്നു. കർത്താവെ, കൂട്ടിവന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കർത്താവെ സ്ഥാപനത്തെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ സ്ഥാപനം അനുഗ്രഹിക്കപ്പെട്ട് ഈ പ്രദേശത്തിന് ഒരു അനുഗ്രഹമായി തീർന്ന് അനേക കുടുംബങ്ങൾക്ക് ഒരു വിടുതലയ്ക്ക് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തിരുപ്പാദങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനയും ദൈവം കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവസന്നിധിയിൽ ഈ റീഹാബ് സെന്ററിന്റെ പ്രവർത്തനം പ്രാർത്ഥിച്ച് സമർപ്പിക്കുവാൻ പ്രിയ സാറിനെ ദൈവം സഹായിച്ചു. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിപ്പാൻ ദൈവം കൃപ ചെയ്തതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അധ്യക്ഷ പ്രസംഗം എന്ന ഒരു പ്രോഗ്രാമാണ് പ്രോഗ്രാം ഷീറ്റിലുള്ളത്. അധിക സമയം ഞാൻ എടുക്കില്ല. അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ ഈ വേദിയിലുണ്ട്. അവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാനന്തവാടി സെക്ഷൻ അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ പ്രസ്ബിറ്റർ പാസ്റ്റർ ഈപ്പൻ വിചാക്കോ ദീർഘവർഷങ്ങളായി ഞങ്ങൾ സ്നേഹിതരാണ്. 1982 മുതലുള്ള ബന്ധമാണ് ഞങ്ങൾക്ക് തമ്മിലുള്ളത്. അത്രയും പഴക്കമുള്ള ഒരു ആത്മീക ബന്ധവും ശുശ്രൂഷ സഹകരണവും ദൈവം ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന്റെ ദാസൻ ജോയ് മുളയ്ക്കലിനെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അദ്ദേഹത്തെ ഓർത്തും അദ്ദേഹം തന്നിലൂടെയും ആ കുടുംബത്തിലൂടെയും ദൈവം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വയനാട്ടിലെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ എക്കാലവും തന്നാലാവും വിധം മുമ്പിൽ നിന്ന് പ്രവർത്തിക്കാൻ, അനേകർക്ക് ആശ്വാസമായി തീരാൻ, പ്രത്യേകിച്ച് ചാരിറ്റബിൾ മേഖലയിൽ ഒരുപാട് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയ കർത്തൃദാസനെ ദൈവം ഉപയോഗിക്കുന്നു. എല്ലാ സാധ്യതകളെയും അദ്ദേഹം അതിനായി വിനിയോഗിക്കുന്നു എന്നുള്ളതാണ് സന്തോഷം. ഒത്തിരി ആളുകൾക്ക് പല ബന്ധങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് പലതും വേണ്ടതുപോലെ ആ പ്രയോഗത്തിൽ വരുത്താൻ മനസ്സില്ലാത്തപ്പോൾ പ്രിയ കർത്തൃദാസൻ എല്ലാ സാധ്യതകളും ഏതെങ്കിലും നിലയിൽ തനിക്ക് കഴിയുന്ന എല്ലാ സാധ്യതകളും അനേകരുടെ അനുഗ്രഹത്തിനായിട്ട് വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നു എന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പ്രിയ ഡോക്ടറെ ഒരുമിച്ച് വീണ്ടും കാണാൻ ദൈവം അവസരം തന്നു. പ്രിയപ്പെട്ട കർത്താവിന്റെ ദാസന്മാർ ഓർപ്പിച്ചതുപോലെ ചില ആഴ്ചകൾ ആയി അദ്ദേഹം ചില ദിവസങ്ങളായിട്ട് വയനാട്ടിലുണ്ട്. വളരെ ആത്മാർത്ഥമായി പ്രിയപ്പെട്ട ഒരു വയനാടിനെ സ്നേഹിക്കുകയും പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ട്രൈബൽ മിഷന്റെയും ICPFിന്റെയും ഒക്കെ പ്രവർത്തനങ്ങൾക്ക് ആ പ്രിയപ്പെട്ടവൻ നൽകുന്ന അനുഗ്രഹീത നേതൃത്വം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിൽ ഒരു സ്ഥാനമുള്ള ഒരു ദൈവദാസനാണ് ഡോക്ടർ മുരളീധരൻ. ദൈവത്തിന് സ്തോത്രം. സഭാ സംഘടനാ ഭേദമന്യേ അദ്ദേഹത്തിന് ദൈവം നൽകിയിട്ടുള്ള നല്ല ആത്മീക ബന്ധങ്ങൾ എല്ലാം ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നല്ല ഗാനങ്ങൾ ആലപിച്ചു കൊയറ്, ഇവിടെ ആയിരിക്കുന്ന കർത്തൃദാസന്മാര്, വിവിധ പ്രസ്ഥാനങ്ങളിൽ കർത്തൃവേല ചെയ്യുന്നവര്, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ മാനന്തവാടി സെക്ഷനിലുള്ള പാസ്റ്റേഴ്സ്, IPC സഭയിൽ നിന്ന് പ്രിയപ്പെട്ട ചാക്കോ പാസ്റ്റർ, അതുപോലെ പ്രിയ ബിജു ബ്രദറ്, ട്രൈബൽ മിഷന്റെ പ്രവർത്തകരായിട്ട് വന്നിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഇവിടെ ഇരുന്ന് ഓർക്കായിരുന്നു, വളരെ മനോഹരമായ ഒരു ഭവനത്തിലാണ് പ്രിയ ഷാജി പാസ്റ്ററും കുടുംബവും താമസിക്കാനായിട്ട് പോകുന്നത്. അസൂയ ഇല്ലാത്തവരൊന്ന് കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട്. ചിലർക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മളൊക്കെ ഒരുപാട് കാലമായിട്ട് ഈ സുവിശേഷ വേലയിലായിട്ട് നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റാത്തവരുണ്ട്. അതാ ഞാൻ ഇപ്പോൾ ചോദിച്ചത്, അസൂയ ഇല്ലാത്തവരെന്ന് ഞാൻ പറഞ്ഞു.
എനിക്ക് വളരെ സന്തോഷമുണ്ടായി. ഞാൻ ഇതിനിടയ്ക്ക് 1-2 പ്രാവശ്യം ഇവിടെ വരാനും ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടക്കുമ്പോൾ കാണാനും അവസരമുണ്ടായി. വളരെ നല്ലൊരു ഭവനം. ഞാനത് അദ്ദേഹത്തോട് രാവിലെ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുമായിരുന്നു, സത്യത്തിൽ 20 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം വയനാട്ടിൽ വന്ന് താമസിച്ച ഭവനം കൂടെ അതിൻ്റെ സ്ഥിതിയും കൂടെ നമ്മൾ അറിയേണ്ടതായിരുന്നു. സ്വന്തമായിട്ട് ഒരു ടോയ്ലറ്റ് ഇല്ലാത്ത, സംവിധാനങ്ങളൊന്നുമില്ലാത്ത, വെള്ളമില്ലാത്ത വീട്ടിൽ തുടങ്ങിയതാണ്. അപ്പോൾ ഇത് സത്യത്തിൽ എല്ലാ സുവിശേഷ വേലക്കാർക്കും ഒരു ആഹ്വാനമാണെന്ന് ഞാൻ പറയും. നിശ്ചയമായിട്ട് തുടക്കങ്ങളെല്ലാം പലപ്പോഴും വളരെ പരിമിതിയിലാണ്. നമ്മളെല്ലാം വേലയ്ക്ക് ഇറങ്ങിയ കാലത്തെ ഓർമ്മ ഒത്തിരി പേരുടെയെങ്കിലും മനസ്സിലുണ്ട്. പക്ഷേ ദൈവം ആർക്കും കടക്കാരനല്ല. നിശ്ചയമായും നമ്മുടെ ശുശ്രൂഷ ജീവിതയാത്രയിൽ തക്ക സമയത്ത് വേണ്ട വിശാലതകൾ അതാത് സമയത്ത് വരുത്തുന്നവരാണ് ദൈവം. ഞാൻ ആ സഹോദരങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഷാജി പാസ്റ്റർ, ബിജു പാസ്റ്റർ, ബിന്നി പാസ്റ്റർ, അവരുടെ കുടുംബങ്ങൾ, പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രിയ അമ്മാമ ഇവിടെയുണ്ട്. അവരുടെ വലിയമ്മച്ചി ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അമ്മച്ചിയാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എനിക്ക് നിങ്ങൾക്കാർക്കെങ്കിലും പരിചയമുള്ളതിനേക്കാൾ മുമ്പേ അറിയാവുന്ന കുടുംബങ്ങളാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ദേശത്ത് ഷാജി പാസ്റ്റർക്ക് ഒരു കാലത്ത് ഒരു സംഭവമായിരുന്നു. വയനാട്ടിൽ ഉള്ള ദൈവമക്കളിൽ നിന്ന് അദ്ദേഹത്തെ വളരെ വിനയമുള്ള, വളരെ സൗമ്യനായ, സ്നേഹമുള്ള ഒരു ദൈവദാസനായി കാണുമ്പോൾ നാട് ഉറപ്പിച്ച് നടന്ന ഒരു യൗവനക്കാരനാണ് അദ്ദേഹം. സുവിശേഷമാണ് അദ്ദേഹത്തെ രൂപാന്തരപ്പെടുത്തിയത്.